നമ്മുടെ ഇന്ത്യാ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന മുഗൾ സാമ്രാജ്യം എങ്ങനെ തകർന്നു എന്ന ചോദ്യം എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒന്നാണല്ലോ. അതിശക്തനായിരുന്ന ഔറംഗസേബിൻ്റെ നീണ്ട ഭരണകാലത്തിനപ്പുറം ആ സാമ്രാജ്യത്തെ അതേ കെട്ടുറപ്പോടെ കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ഭരണാധികാരികൾ ഇല്ലായിരുന്നു എന്നതാണ് പൊതുവെയുള്ള ഒരു വശം. കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിൽ അധിഷ്ഠിതമായ മുഗൾ ഭരണമേഖലയിൽ നായകൻ്റെ ശക്തിയും കഴിവും കുറയുന്നതോടെ എതിരാളികൾ ഉയർത്തെഴുന്നേൽക്കുമെന്നതും സ്വന്തം മേഖലയിലെ പ്രവിശ്യകൾ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമെന്നതും ചരിത്രപരമായ ഒരു വസ്തുതയാണല്ലോ. ഇത്തരത്തിൽ 1707 ശേഷം മുഗൾ സാമ്രാജ്യത്തിന് തിരിച്ചടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാമെങ്കിൽ പോലും 1700കളുടെ തുടക്കത്തിലൊക്കെ തന്നെയും മുഗൾ സാമ്രാജ്യം എന്നത് സമ്പന്നതയിലും ആയുധബലത്തിലുമൊക്കെ മികച്ചു നിന്നിരുന്ന ഒരവസ്ഥയിൽ തന്നെയായിരുന്നു എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. രാജ്പുത് വിഭാഗങ്ങളൊക്കെ അപ്പോഴും മുഗളിനെ പിന്തുണച്ചിരുന്നു. മറാത്തകൾ ദേശങ്ങളൊക്കെ കീഴടക്കി ഉത്തരമേഖലകളിലേക്ക് എത്തിയിരുന്നതുമില്ല. ജനങ്ങളൊക്കെ അപ്പോഴും മുഗളിനെ ബഹുമാനിച്ചിരുന്നു. മികച്ചൊരു നായകൻ്റെ അഭാവം അവിടെ പ്രകടമായിരുന്നു എന്ന് മാത്രം. ഇത്തരത്തിൽ തിരിച്ചടികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സാമ്രാജ്യത്തിനെ തീർത്തും ഇല്ലാതാക്കിയത്, അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം നേരിട്ടിരുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് വീണ്ടും ശക്തമായി നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതകളെയും തകർത്തെറിഞ്ഞത് പുറമേ ദേശത്ത് നിന്ന് വന്ന ഒരാളുടെ ആക്രമണമാണ്. അതുവരെയും മുഗൾ സാമ്രാജ്യം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒട്ടുമിക്ക അമൂല്യ സമ്പത്തും ആ ഒരൊറ്റ ആക്രമണത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെടുകയുണ്ടായി. ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആളുടെ പേരാണ് നാദിർ ഷാ എന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇറാൻ്റെയും സഫാവിദ് സാമ്രാജ്യത്തിൻ്റെയും ഒക്കെയാണെന്ന് കൂടി പറയാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ നാദിർ ഷായുടെ ജീവിതകഥയും ഇന്ത്യയെ ആക്രമിച്ച ചരിത്രവുമാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇറാൻ്റെ രാഷ്ട്രീയ ഗതിയെയും ചരിത്രത്തെയും ഒക്കെ മാറ്റിമറിച്ച സാമ്രാജ്യമാണല്ലോ സഫാവിദ് എന്നത്. ഈ സഫാവിദ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവായിരുന്നു ഷാ അബ്ബാസ് എന്നത്. മികച്ച ഭരണാധികാരി എന്ന പോലെ തന്നെ ക്രൂരനായ ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയേണ്ടതുണ്ട്. വധശിക്ഷയൊക്കെ നടപ്പാക്കാൻ ഒരേ സമയം 500 പേരെ ഒപ്പം കൊണ്ടുപോയിരുന്ന ഒരു ചക്രവർത്തിയായി കൂടി ഷാ അബ്ബാസിനെ പറ്റി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഷാ അബ്ബാസ് എതിരാളികളോട് ഒരു ദയയും കാണിച്ചിരുന്നതുമില്ല. എന്തിനേറെ, തൻ്റെ കാലത്ത് രാജാവാകേണ്ട മകനെ വധിക്കുകയും മറ്റ് 2 മക്കളുടെ കാഴ്ചശക്തി ഇല്ലാതാക്കിയ ക്രൂരതയുമൊക്കെ ഷാ അബ്ബാസിന് സ്വന്തമാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അടുത്ത ഭരണാധികാരിയാവാനായി ബാക്കിയുണ്ടായിരുന്നത് 17 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുമകനായ സാഫിയായിരുന്നു. സ്വാഭാവികമായും ഷാ അബ്ബാസിനപ്പുറം അദ്ദേഹം ചെയ്തു വച്ചിട്ടുള്ള നടപടികളെ എതിർത്തിരുന്നവർ എതിരാളികളായി ഉയരുകയും ചെയ്യുമല്ലോ. അതുപോലെ തന്നെ സംഭവിക്കുകയുമുണ്ടായി. അതിർത്തികളിലും മറ്റും എതിരാളികൾ ഉയരുകയും സഫാവിദ് സാമ്രാജ്യത്തിന് ഇതൊക്കെ വലിയ തലവേദനകളായി മാറുകയുമുണ്ടായി. ഒട്ടോമൻ തുർക്കികളും അഫ്ഗാനികളും ഉസ്ബക്കുകളുമൊക്കെ ഇത്തരം ആക്രമണങ്ങളിൽ പങ്കെടുത്തു. ഷാ അബ്ബാസിനപ്പുറം വന്ന ഭരണാധികാരികൾ എല്ലാം തന്നെ കഴിവ് കുറഞ്ഞവരുമായിരുന്നു. അതിൽ 1694 അധികാരത്തിലെത്തിയ സുൽത്താൻ ഹുസൈൻ ആയിരുന്നു ഏറ്റവും കഴിവ് കുറഞ്ഞവൻ എന്ന് പറയാം. അന്ധവിശ്വാസങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ കാലത്ത് എതിരാളികൾ സാമ്രാജ്യത്തിൻ്റെ അതിർത്തി മേഖലകളിൽ ആക്രമണങ്ങളും മറ്റും നിരന്തരമായി നടത്തുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു അഫ്ഗാനിലെ ഗൾസായ് വിഭാഗത്തിൻ്റെ പേർഷ്യൻ ആക്രമണം ഉണ്ടാവുന്നത്. ഗൾസായ് വിഭാഗത്തിൻ്റെ നേതാവായിരുന്ന മഹ്മൂദ് 1721 പേർഷ്യ ആക്രമിക്കുകയും തലസ്ഥാനമായ ഇസ്ഫഹാന് നേർക്ക് പട നയിക്കുകയുമുണ്ടായി. 1722 മെയ് 8 ഇസ്ഫഹാന് തൊട്ടടുത്തുള്ള ഗൽനാബാദ് എന്ന ഗ്രാമത്തിൽ വെച്ച് സഫാവിദ് പടയെ തോൽപ്പിക്കുകയും സുൽത്താൻ ഹുസൈനൊക്കെ കീഴടങ്ങേണ്ടി വരികയുമുണ്ടായി. എങ്കിലും അദ്ദേഹത്തിൻ്റെ മകനായ തമാസ്പ് രണ്ടാമൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും പോരാട്ടം തുടരുകയുമൊക്കെ ചെയ്തു. ഇതേ സമയം തന്നെ ഇറാൻ മേഖലകളെ കീഴടക്കാനുള്ള ഒരു അവസരം കണ്ട റഷ്യൻ തുർക്കി മേഖലകളും പേർഷ്യയ്ക്ക് നേരെ കടുത്ത രീതിയിൽ ആക്രമണം നടത്തുകയുണ്ടായി. രക്ഷപ്പെട്ടെങ്കിൽ പോലും തമാസ്പ് രണ്ടാമന് എതിരാളികൾക്ക് നേർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും സാധിച്ചില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഒരു മനുഷ്യൻ ഉദയം ചെയ്യുകയാണ്. നെപ്പോളിയൻ ഓഫ് ഇറാൻ എന്നൊക്കെ വിശേഷണമുള്ള നാദിർ ഷാ ആയിരുന്നു അത്. അദ്ദേഹം തമാസ്പിനെ പിന്തുണച്ചു. അബ്ഷാർ എന്ന തുർക്കി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട നാദർ പേർഷ്യൻ സൈന്യത്തിലെ വെറുമൊരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു. അഫ്ഗാനികളെ തുരത്തിയോടിക്കുന്നതിനായി നാദർ തൻ്റെ സൈനിക കഴിവുകളെയും നായക കഴിവുകളെയും ഉപയോഗപ്പെടുത്തുകയും പേർഷ്യയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ അഫ്ഗാനികൾക്ക് നേരെ കടുത്ത പോരാട്ടങ്ങൾ നടത്തുകയുമുണ്ടായി. അങ്ങനെ 1729 ഹെറാത്തൊക്കെ തിരിച്ചുപിടിച്ച് ഇസ്ഫഹാനിൽ നിന്നും ദക്ഷിണ മധ്യ പേർഷ്യൻ മേഖലകളിൽ നിന്നുമൊക്കെ ഗൾസായ് വിഭാഗത്തെ തുരത്തി ഓടിക്കുകയുമുണ്ടായി.
എന്നാൽ ഇതിനിടയിൽ റഷ്യയും തുർക്കിയും മറുഭാഗത്ത് ആക്രമണം നടത്തുന്ന കാര്യവും പറഞ്ഞില്ല. പീറ്റർ ദ ഗ്രേറ്റിൻ്റെ 1725 മരണത്തെ തുടർന്ന് റഷ്യ താൽക്കാലികമായെങ്കിലും അധിനിവേശം നിർത്തിവെക്കുകയുണ്ടായി. എന്നാൽ ഈ സമയവും യുദ്ധം തുടർന്ന തുർക്കി മേഖല പേർഷ്യയെ തോൽപ്പിക്കുകയും ചെയ്തു. ആ സമയം കിഴക്കൻ മേഖലകളിലായിരുന്ന നാദിറിനെ അവഗണിച്ചുകൊണ്ട് തമാസ്പ് തുർക്കികളോട് സന്ധി ചെയ്യുകയും പേർഷ്യയുടെ പ്രധാനപ്പെട്ട 5 ദേശങ്ങൾ തുർക്കി മേഖലയ്ക്ക് വിട്ടു നൽകുകയുമുണ്ടായി. 1732 ഇത് സംഭവിച്ചത്. അതോടെ നാദിർ തമാസ്പിനെതിരെ തന്നെ ഒരു വിപ്ലവം കൊണ്ടുവരികയും അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയുമുണ്ടായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രനായ കുഞ്ഞായിരുന്ന അബ്ബാസ് മൂന്നാമനെ അധികാരത്തിൽ വാഴിച്ച് നാദർ സൈനിക ചുമതലകൾ ഏറ്റെടുക്കുകയും എതിരാളികൾക്ക് നേരെ കടന്നാക്രമണം നടത്തുകയുമുണ്ടായി. പിന്നീടുള്ള 3 വർഷങ്ങൾ കൊണ്ട് തുർക്കി, റഷ്യ എന്നിവരെയൊക്കെ പേർഷ്യൻ മേഖലകളിൽ നിന്ന് നാദിർ ഷാ തുരത്തി ഓടിച്ചു. ഒപ്പം അഫ്ഗാനി ഗോത്രങ്ങളുടെ ആക്രമണ സാധ്യതകളുള്ള കിഴക്കൻ ഇറാൻ മേഖലകളെ സുരക്ഷിതമാക്കി നിർത്താനുള്ള നടപടികളും നാദിർ സ്വീകരിക്കുകയുണ്ടായി. ഇതിനിടയിൽ 1736 കടലാസിൽ മാത്രം ചക്രവർത്തിയായിരുന്ന അബ്ബാസ് മൂന്നാമനെയും താഴെയിറക്കി നാദിർ ഖാൻ അങ്ങനെ നാദിർ ഷാ അബ്ഷാർ എന്ന പേരോടെ ചക്രവർത്തിയായി മാറുകയുണ്ടായി. അസർബൈജാനിലെ മൊഖാൻ മേഖലയിൽ വെച്ചാണ് അദ്ദേഹം കിരീടധാരണമൊക്കെ നടത്തുന്നത്. ഏതായാലും വെറുമൊരു സൈനിക ഉദ്യോഗസ്ഥനായ നാദിർ ഖാൻ ആ സാമ്രാജ്യം ഏറ്റവും വലിയ തിരിച്ചടികളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നായകത്വം ഏറ്റെടുക്കുകയും എതിരാളികളെ തകർത്തെറിയുകയും ചെയ്തു എന്നത് വലിയൊരു ചരിത്രം തന്നെയാണ്. ഒപ്പം ആ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായും അദ്ദേഹം മാറുകയുണ്ടായി. പിന്നീടുള്ള വർഷങ്ങളിൽ നിലവിലുണ്ടായിരുന്ന സഫാവിദ് സാമ്രാജ്യത്തിൻ്റെ മുൻകാല ഭരണാധികാരികൾ നഷ്ടപ്പെടുത്തിയ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുക എന്നതും മറ്റ് ദേശങ്ങൾ കീഴടക്കി അതിബൃഹത്തായ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നതുമായിരുന്നു നാദിർ ഷായുടെ ലക്ഷ്യം. ഭരണപരമായും സൈനികപരമായും തകർന്നു നിന്നിരുന്ന ഇറാൻ മേഖലകൾക്ക് ആ സമയം അത്യാവശ്യം വേണ്ടത് വലിയ തോതിലുള്ള പണവുമായിരുന്നു. ആ കാലത്ത് ഏറ്റവും സമ്പന്ന മേഖലയായി നിന്നിരുന്ന മുഗൾ മേഖല അല്ലെങ്കിൽ ഇന്ത്യൻ വഴികൾ ആക്രമിക്കുക എന്നതായിരുന്നു നാദിർ ഷായുടെ മുന്നിലുള്ള വലിയൊരു ലക്ഷ്യം. ആ സമയമാണെങ്കിൽ നായകനില്ലാതെ മുഗൾ സാമ്രാജ്യം തളർന്നിരിക്കുന്ന കാലം കൂടിയാണ്. എന്നാൽ അത്യധികം സമ്പത്ത് ഈ സാമ്രാജ്യത്തിനുണ്ട് താനും. സ്വാഭാവികമായും നാദിർ ഷായുടെ ലക്ഷ്യം ഇന്ത്യൻ മേഖലകൾ ആവുമെന്നതിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പടയോട്ടമായിരുന്നു ഇന്ത്യൻ ആക്രമണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുഗൾ സാമ്രാജ്യത്തിൻ്റെ മേഖലകളിലേക്ക് അദ്ദേഹം പട നയിച്ചെത്തുന്നത് 1738 കാലത്താണ്. നിരന്തരമായ യുദ്ധങ്ങളുടെ ഫലമായി സാമ്പത്തികമായി തകർന്ന ഇറാനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശക്തി കുറഞ്ഞു നിൽക്കുന്ന സമ്പന്ന മുഗൾ മേഖല ആക്രമിക്കുക എന്നതിൽ പരം മറ്റൊരു വഴി നാദിർ ഷാ കണ്ടിട്ടുമുണ്ടാവില്ല. ആ പ്രയോഗം എത്രത്തോളം ശരിയാണെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു നാദിർ ഷായുടെ പടയോട്ടവും. വർഷങ്ങളായി മുഗൾ സാമ്രാജ്യത്തിൻ്റെ നോർത്ത് വെസ്റ്റ് അതിർത്തി മേഖലകൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ തകർന്നു കിടക്കുകയായിരുന്നു. പ്രതിരോധങ്ങൾ പോലുമില്ലാതെ നാദിർ ഷാ പട നയിച്ചെന്ന് വേണം പറയാൻ. 1738 പടനീക്കം ആരംഭിച്ച നാദിർ ഷാ കാബൂളും പെഷവാറും ഒക്കെ കീഴടക്കി 1738 അവസാനത്തോടെ മുഗളിൻ്റെ തന്ത്രപ്രധാനമായ ലാഹോർ തന്നെ പിടിച്ചെടുക്കുകയുണ്ടായി. ആ പേർഷ്യൻ പട ലാഹോറിൽ എത്തിയപ്പോൾ മാത്രമാണ് ഡൽഹി ഭരണാധികാരിക്ക് താൻ നേരിടാൻ പോകുന്ന പ്രശ്നത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ബോധം ഉണർന്നത് എന്നുകൂടി പറയാം. അതോടെ ഡൽഹി സംരക്ഷിക്കുന്നതിനായുള്ള നടപടികൾ അതിവേഗം നടപ്പാക്കാൻ തീരുമാനിക്കുകയാണ്. ഈ സമയം മുഹമ്മദ് ഷാ ആയിരുന്നു മുഗൾ ഭരണാധികാരി. ലാഹോർ മേഖലയിൽ മുഗൾ ഒരുക്കിയ 25,000-ഓളം വരുന്ന പടയെ നാദിർ ഷായുടെ പട നിഷ്പ്രയാസം തകർത്തതുകൊണ്ട് തന്നെ മുഗൾ മേഖലയ്ക്ക് ഒരു വലിയ സൈന്യത്തെ ഒരുക്കേണ്ടത് അത്യാവശ്യവുമായിരുന്നു. അതനുസരിച്ച് ലക്ഷത്തിലധികം വരുന്ന സൈന്യത്തെ മുഗൾ സാമ്രാജ്യം ഒരുക്കിയതുമാണ്. പക്ഷെ അപ്പോഴും ഒരു ശക്തനായ നായകൻ്റെ അഭാവം അവർ നേരിടുന്നുണ്ടല്ലോ. നാദിർ ഷായുടെ ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കണമെന്നോ, ആരുടെ കീഴിൽ നിൽക്കണമെന്നോ, ഏത് സേനാനായകനെ അനുസരിക്കണമെന്നോ, ഏതൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കണമെന്നോ തുടങ്ങി ഒരു കാര്യത്തിലും മുഗൾ സജ്ജീകരിച്ച സേനയ്ക്ക് ഒത്തൊരുമിച്ചൊരു തീരുമാനത്തിലെത്താൻ പറ്റിയില്ല എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. നാദിർ ഷാ ലാഹോർ കഴിഞ്ഞാൽ തിരിച്ചു പോവും എന്നുപോലും മുഗൾ മേഖല വിചാരിക്കുകയുണ്ടായി. ഏതായാലും നാദിർ ഷായുടെ നായക മികവും മുഗളിൻ്റെ നായക മികവില്ലായ്മയും ഒരു യുദ്ധത്തിലേക്ക് കടന്നു ചെല്ലുകയുണ്ടായി. 1739 ഫെബ്രുവരി 24 അരങ്ങേറിയ ഈ യുദ്ധം അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് കർണാൽ എന്ന പേരിലാണ്. ഡൽഹിയിൽ നിന്നും ഏതാണ്ട് 120 കിലോമീറ്ററൊക്കെ അകലെ ഹരിയാനയിലെ കർണാൽ ദേശത്ത് വെച്ചാണ് ഈ യുദ്ധം നടക്കുകയുണ്ടായത്. അങ്ങനെ യുദ്ധമുണ്ടാവുകയും അതിൽ മുഗൾ പട തകർന്ന് തരിപ്പണമാവുകയുണ്ടായി. മുഹമ്മദ് ഷായെ തടവുകാരനായി പിടികൂടുകയും ചെയ്തു. വിധേയത്വം അംഗീകരിക്കാമെന്നും
വലിയൊരു തുക കപ്പമായി നൽകാമെന്നുമൊക്കെ മുഹമ്മദ് ഷാ അറിയിച്ചെങ്കിലും സമ്പന്നതയുടെ നഗരമായ ഡൽഹിയിലേക്ക് നാദിർ ഷാ മാർച്ച് ചെയ്യുകയുണ്ടായി. മുഗൾ ഖജനാവ് കാലിയാക്കുക എന്ന ലക്ഷ്യമായിരിക്കാം ഇതിനു പുറകിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഡൽഹിയിലെത്തിയ പേർഷ്യൻ പട ഇവിടെ ഒരു കൂട്ടക്കുരുതിയാണ് നടത്തുകയുണ്ടായത്. ഡൽഹിയിലെത്തിയ സമയം നാദിർ ഷാ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പരക്കുകയും അതോടെ ഡൽഹിയിലെ ജനങ്ങളൊക്കെ ആഹ്ലാദിക്കുകയും പേർഷ്യൻ പടയാളികളിൽ പലരെയും വകവരുത്തുകയുമുണ്ടായി. തൻ്റെ സൈനികർ കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ നാദിർ ഷാ ആ രോഷത്തിൽ തൻ്റെ പടയോട് നഗരത്തെ നശിപ്പിക്കാനും കൂട്ടക്കുരുതി നടത്താനും സമ്പത്ത് കൊള്ളയടിക്കാനും ഉത്തരവിടുകയുണ്ടായി. അതോടെ ഡൽഹിയിലെ ജനങ്ങൾ വ്യാപകമായി വേട്ടയാടപ്പെട്ടു. 30,000-ലധികം മനുഷ്യർ അന്ന് മരിച്ചെന്നാണ് കണക്ക്. വളരെ ചെറിയൊരു സമയം കൊണ്ടാണ് ഇത്രയും സംഭവിച്ചത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. നഗരത്തിൻ്റെ പല ഭാഗങ്ങളും അന്ന് കത്തിക്കുകയുമുണ്ടായി. മുഹമ്മദ് ഷാ ഉൾപ്പെടെ മുഗൾ ഭരണമേഖല നാദിർ ഷായോട് പലകുറി ക്രൂരത നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ആ കൂട്ടക്കുരുതി നിർത്തുകയുണ്ടായത് എന്ന് പറയാം. നാദിർ ഷാ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഖജനാവ് കാലിയാക്കുകയും നഗരത്തിലെ സമ്പന്നരെ കൊള്ളയടിക്കുകയും ഒക്കെ ഉണ്ടായി. മയൂര സിംഹാസനവും ഡാരിയാനൂർ, കോഹിനൂർ പോലുള്ള അമൂല്യരത്നങ്ങളുമൊക്കെ നാദിർ ഷാ പേർഷ്യയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ആനകളും കുതിരകളും ഉൾപ്പെടെ പേർഷ്യൻ പടയ്ക്ക് ആവശ്യമായി തോന്നിയതെന്തോ അവയൊക്കെ തന്നെയും നാദിർ ഷാ പിടിച്ചെടുത്തു. ചുരുക്കിയാൽ നാദിർ ഷാ അന്ന് കടത്തിക്കൊണ്ടുപോയ സമ്പത്തിന് മൂല്യം കണക്കാക്കുക പോലും ബുദ്ധിമുട്ടാണ്. ഏതായാലും തൻ്റെ രാജ്യത്ത് തുടർന്നുള്ള 3 വർഷത്തോളം കാലം നികുതി ഒഴിവാക്കാൻ മാത്രമുള്ള പണം അന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അതിലും എത്രയോ ഇരട്ടിയായിരിക്കാം അതിൻ്റെ യഥാർത്ഥ മൂല്യം. സിന്ധു നദിക്കപ്പുറമുള്ള എല്ലാ മേഖലകളും മുഗൾ സാമ്രാജ്യത്തിന് നാദിർ ഷായ്ക്ക് മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടിയും വന്നു. ചുരുക്കിയാൽ നാദിർ ഷായുടെ ആക്രമണം മുഗൾ സാമ്രാജ്യത്തിനെ തിരിച്ചു വരാനാവാത്ത വിധം തകർത്തു കളഞ്ഞു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ബലഹീനതകൾ എതിരാളികൾക്കെല്ലാം പ്രകടമായി. ഭരണമേഖലകൾ നിശ്ചലമായി. സാമ്പത്തികാവസ്ഥയുടെ ശോഷണം അധികം വൈകാതെ തന്നെ രാജ്യത്തെയാകെ ബാധിക്കുകയും ചെയ്തു. യൂറോപ്യൻ ശക്തികൾ ഇന്ത്യൻ മണ്ണിൽ നിലയുറപ്പിക്കുന്നതിന് കാരണമായതിൽ ഒരു കാരണം നാദിർ ഷായുടെ ആക്രമണമായി ചിലർ വിലയിരുത്താറുണ്ട്. കാരണം മുഗൾ സാമ്രാജ്യമൊക്കെ ഒരു ശക്തിയല്ലാതായത് ഇതിലൂടെയാണല്ലോ. പല മുഗൾ പ്രവിശ്യകളും സ്വതന്ത്ര ഭരണമേഖലകളാവുന്നതും ഇതിനപ്പുറമാണ്. സ്വാഭാവികമായും ഇത്തരം വിലയിരുത്തലുകളും ശരി തന്നെ. ഏതായാലും പേർഷ്യയെ സംബന്ധിച്ചിടത്തോളം നാദിർ ഷാ മികച്ചൊരു രാജാവായി മാറുകയുണ്ടായി. അദ്ദേഹം നടത്തിയ ക്രൂരതകൾ ഇല്ലായിരുന്നെങ്കിൽ വ്യത്യസ്തനായ ഒരു രാജാവ് എന്ന വിശേഷണവും അദ്ദേഹത്തിന് വന്നു ചേർന്നേനെ. തൻ്റെ രാജ്യവും അതിർത്തികളും സുരക്ഷിതമാക്കിയ നാദിർ ഷാ ഇറാനിൽ ഭരണമേഖലകളിലും പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുവരെയും സുന്നി വിശ്വാസക്കാരായ മുസ്ലിങ്ങളെ വേട്ടയാടിയിരുന്ന സവാബിദ് നയങ്ങളിൽ അദ്ദേഹം മാറ്റം വരുത്തുകയുണ്ടായി. സുന്നി വിഭാഗങ്ങളോട് നിരന്തരം പോരടിക്കുന്നതിൻ്റെ അപകടം അതിർത്തികളിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായി. അദ്ദേഹം ഒരു സുന്നി ആയിരുന്നോ ഷിയ ആയിരുന്നോ എന്ന് പറയുക പോലും അസാധ്യമാണ്. ഒരു ദൈവം മാത്രമായതുകൊണ്ട് തന്നെ ഒരു മതവും മതിയെന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പ്രവർത്തനങ്ങളും എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ അദ്ദേഹം പല നടപടികളും എടുത്തിട്ടുണ്ട്. ഒട്ടോമൻ സാമ്രാജ്യവുമായി മികച്ച ബന്ധം സ്ഥാപിക്കുന്നതിനും അദ്ദേഹം നീക്കങ്ങൾ നടത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള നടപടികളിൽ തൻ്റെ തന്നെ രാജ്യത്തിലെ ഷിയ നേതാക്കളിൽ നാദിർ ഷായോട് വിരോധം സൃഷ്ടിക്കപ്പെടുകയും നാദിർ ഷായ്ക്കെതിരെയുള്ള കലാപങ്ങൾക്ക് അവരുടെ പിന്തുണ വരുന്നതിനും കാരണമായി. ഇന്ത്യൻ പടയോട്ടത്തിനപ്പുറം നാദിർ ഷായുടെ ആരോഗ്യം അതിവേഗം കുറഞ്ഞു വരികയുമുണ്ടായി. സ്വാഭാവികമായും അതും കലാപസാധ്യതകൾക്ക് വഴി തുറന്നു. മകനായിരുന്ന റസയുമായുള്ള അസ്വാരസ്യങ്ങളും നാദിർ ഷായെ പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി. തന്നെ വകവരുത്താൻ മകൻ ശ്രമിച്ചെന്ന തോന്നലിൽ മകൻ്റെ കാഴ്ചശക്തി കളയുന്ന അവസ്ഥയും നാദിർ ഷായുടെ ജീവിത വഴികളിലുണ്ട്. ഏതായാലും എതിർ ശബ്ദങ്ങളെയൊക്കെ തന്നെയും നാദിർ ഷാ ശക്തമായ രീതിയിൽ തന്നെ അടിച്ചമർത്തുകയുണ്ടായി. ഈ അടിച്ചമർത്തലുകളും കലാപങ്ങളും ഇത്തരത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറയാം. അങ്ങനെ കുർദിഷ് വിപ്ലവകാരികളെ അടിച്ചമർത്താനും ശിക്ഷിക്കാനും വേണ്ടി നാദിർ ഷാ പോയ സമയത്ത് കുടുംബത്തിനുള്ളവർ തന്നെ ഉൾപ്പെട്ട 15 പേരടങ്ങുന്ന ഒരു സംഘം നാദിർ ഷാ ഉറങ്ങുന്ന സമയം അകത്ത് കിടക്കുകയും അദ്ദേഹത്തെ വകവരുത്തുകയുമാണ് ഉണ്ടായത്. 1747 ജൂൺ 20-നായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഏതായാലും നാദിർ ഷായുടെ മരണത്തോടെ ആ സാമ്രാജ്യവും ചീട്ടുകൊട്ടാരം പോലെ തകരുകയുണ്ടായി. പല മേഖലകളും സ്വതന്ത്രമാവുകയും മറ്റു പല ദേശങ്ങളും ഒട്ടോമൻ പോലുള്ള മേഖലകൾ പിടിച്ചെടുക്കുകയുമുണ്ടായി. ഏതായാലും കരുത്തുറ്റ പോരാളിയായ നേതാവായ തിരിച്ചടി നേരിട്ട സമയത്ത് നേതാവായി മാറിക്കൊണ്ട് സകല മേഖലകളും തിരിച്ച് ആക്രമിച്ച് കീഴടക്കിയ നാദിർ ഷായും അദ്ദേഹത്തിൻ്റെ യുദ്ധവിജയങ്ങളുമൊക്കെ
ചരിത്രത്തിൽ എന്നെന്നും നിലനിൽക്കുന്നു.